ഏയ് ഇമ്മാതിരി ഇടപാട് നമ്മൾ ശരിയാവില്ല. കച്ചവടമാകുമ്പോൾ കുറച്ചൊക്കെ ഒരു വിട്ടുവീഴ്ച എങ്ങോട്ടോ അങ്ങോട്ടൊക്കെ വേണ്ടി വരും. അല്ലാതെ അവനാ പിടിച്ച കൊമ്പിന് 3 മുയലെന്ന് പറഞ്ഞിരിക്കണ സ്വഭാവം ഉണ്ടല്ലോ, അത് ശരിയാവില്ല. ആ ഇടപാട് ശരിയല്ല. ആ നോക്കട്ടടോ. ആ എൻ്റെ വാക്ക് വിശ്വസിച്ചിട്ടാണല്ലോ ഈ ബിസിനസ് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരവാദിത്വം ഊഷ്മളതയൊക്കെ എനിക്കും ഉണ്ടാവും. ഇങ്ങോട്ട് വരണ്ട. നിങ്ങളോടല്ല കയറിപ്പോയി. എങ്ങനെ വരണ്ടാന്നല്ല പറഞ്ഞത്. ആ പിന്നെ പൂളപ്പൊരിന്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ അത്ര മോശം ബിസിനസ്സാണ് നിങ്ങളെ വിചാരം? ഞങ്ങൾക്ക് അങ്ങനത്തെ അഭിപ്രായമൊന്നുമില്ല. നിങ്ങളങ്ങോട്ട് കയറിക്കോളി. ജാസ്മിന, അന്റെ പൂളപ്പൊരി ഇതാ വന്നെ, കൂട്ടിക്കൊണ്ടേക്കോ. ആ എന്താ പറഞ്ഞിട്ട്? 1 കിലോ പൂള നൈസാക്കി കഴിഞ്ഞാൽ എത്ര പാക്കറ്റ് ഉണ്ടാവുന്ന എന്റെ വിചാരം? ഇടപെടൊക്കെ വേഗം നടക്കും ചെയ്യും, കായ് വെള്ളത്തിലാവുകയില്ല. ഇങ്ങനത്തെ ഒരു ബിസിനസ് ഞാൻ ആദ്യമായിട്ടാണെങ്കിലും വേറെ പല ബിസിനസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അതാ പറഞ്ഞത്. അന്തരണീയമായ പല കാര്യത്തിലും കാർമണ്യം സ്വാംശീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ക്രിയാവൽക്കരിതമായി എനിക്ക് പറയാൻ പറ്റും ഈ ബിസിനസ്സിൽ നമ്മൾ വിജയിക്കുന്നു. നിങ്ങളെ കായ്ക്കുള്ള ഗ്യാരണ്ടി ഞാൻ തരുന്നു. കിണറേ നീ ആരും കണ്ടില്ല. ഇതെന്താ തന്തങ്ങൾ മാതിരി കോമഡി കാട്ട പല്ലിന്റെ മാതിരി കൊക്കണത്? ഒന്നുമില്ല, ഞാൻ എന്റെ ഫോൺ വിളി കാണുകയായിരുന്നു. നിങ്ങളെന്താ അതുവരെ എന്റെ ഫോൺ വിളി കണ്ടില്ല? കണ്ടിട്ടുണ്ട്, പക്ഷെങ്കി ഇതുവരെ കണ്ടിട്ടില്ല. കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിലേ കിണറ്റിൽ കിടന്നിട്ടുള്ള വിളി കാണായിരുന്നു. ഫോൺ വിളിയല്ല, അന്റെ മേല വിളി. അല്ല ഇന്ത്യക്ക് അന്റെ സ്ഥലത്തിന് ഇടപാടൊക്കെ നടക്കണില്ലേ? നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് എനിക്ക് തീരെ ഇഷ്ടായില്ല. എന്റെ പേര് വിളിച്ചത് എനിക്ക് ഞാൻ തന്നെ നല്ലൊരു പേരിട്ടിട്ടുണ്ട്, അൽതാഫ് ഫാറൂഖ് ഗസാനി. ആവൂ, ഇതൊന്നല്ലല്ലോ, ഇതൊരു 3-4 ആളെ പേരിന്റെ ഇന്ത്യക്ക്. പിന്നെയും വിളിച്ചു മൈ മമ്മി റിട്ടേൺസ്. എന്റെ ഉമ്മാക്ക് പറ്റിയൊരു അബദ്ധം. ആര്? ഞാനല്ല, എന്റെ പേര്. പക്ഷെ ആ പേരാരെങ്കിലും വിളിച്ചാല് എന്റെ പട്ടി വിളി കേൾക്കും. എന്തേ ഉമ്മ? ഞാനേ പെട്ടെന്ന് വിളിച്ചപ്പോളേ